ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 25ാമത്തെ നാമമാണ് ശുദ്ധവിദ്യ അങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല എന്ന് ദേവിയുടെ പല്ലുകളെയാണ് വർണ്ണിക്കുന്നത്. ഇത് ഒരു ചെറിയ ഒരു ഉപമ ഇതിൽ കാണപ്പെടുന്നു. അങ്കുരം എന്നാണ് ആ ഉപമ. ഒരു ചെറിയ വിത്ത് താഴെ ഇട്ടു, അത് മുളച്ച് വരുന്നു, അത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു, അങ്കുരം ഉണ്ടാകുന്നു. അതുപോലെ ശുദ്ധവിദ്യ തന്നെ അങ്കുരാകാരമായ ദ്വിജപംക്തിയോടുകൂടിയവൾ, പല്ലിൻ്റെ നിരയോടുകൂടിയവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഉള്ളതുപോലെ 32 പല്ലുകൾ, അത് ഒരു ബീജത്തിൽ നിന്നുണ്ടായി. ആ ബീജമാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. മോക്ഷഹേതുകമാണ് ശുദ്ധവിദ്യ. ശ്രീവിദ്യയാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. മോക്ഷൈക ഹേതു ആണ്. മോക്ഷകാരണമായ ആ വിദ്യ രണ്ടായിട്ട് വന്നതുപോലെയും അത് 32 പല്ലായിട്ട് മാറിയതുപോലെയും അത് ശുദ്ധവിദ്യ തന്നെ ഈ പല്ലായിട്ട് മാറിയോ എന്ന് തോന്നുന്ന രീതിയിൽ ശുദ്ധവിദ്യ അങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. പല്ലുകളാണ് നമ്മൾ ഭാഷണം സംസാരിക്കുന്നതിന് ഉതകുന്നത്. പല്ല് നഷ്ടപ്പെട്ടാൽ, പ്രത്യേകിച്ച് മുകളിലത്തെ പല്ല് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സംസാരിക്കുന്നത് മറ്റുള്ളവർക്കും തിരിച്ചറിയേണ്ടിയാവും. അപ്പോൾ ദേവിയുടെ ഓരോ വാക്കും ശുദ്ധവിദ്യയാണ്, ശുദ്ധവിദ്യാരൂപമാണ്, മോക്ഷകാരണമാണ് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ദേവി ഉപാസകന്മാർക്ക് ത്രക്ഷരി എന്ന് പറയുന്ന ഒരു മന്ത്രദീക്ഷ ചെയ്യാറുണ്ട്. അത് ചെയ്തതിന് ശേഷം 32 തരത്തിലുള്ള ദീക്ഷകളാണ് പറയുന്നത്. ശുദ്ധവിദ്യ, ബാല, ദ്വാദശാന്ത, മതംഗിനി, അനുത്തര എന്നൊക്കെയാണ് ദീക്ഷാ സമ്പ്രദായങ്ങളുടെ പേര്. ഈ ദേവിയുടെ 32 പല്ലുകളും ഈ 32 സമ്പ്രദായങ്ങളായിട്ട് അതിൻ്റെ സൂചനകളാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ ഈ ത്രക്ഷരി മന്ത്രദീക്ഷ അത് കഴിഞ്ഞവർക്കാണ് ഈ മറ്റുള്ള ദീക്ഷകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അങ്കുരമാണ്, ഈ ത്രക്ഷരി മന്ത്രോപദേശമാണ് അങ്കുരം. അതിൽ നിന്നും ഈ 32 ദീക്ഷകളും കൊടുക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ ശുദ്ധവിദ്യ എന്നുള്ളതിന് ശുദ്ധവിദ്യ അങ്കുരമായ എന്ന് വെച്ചാൽ ഈ ത്രക്ഷരി മന്ത്രദീക്ഷ കിട്ടിയിട്ടുള്ള സാധകർ എന്നൊരർത്ഥം. ലളിതാ സഹസ്രനാമത്തിൽ 1000 നാമങ്ങളാണ് ഉള്ളത്. അത് 32 അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നത്. 51 അക്ഷരങ്ങളിൽ മറ്റുള്ള അക്ഷരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് 32 അക്ഷരങ്ങളാണ് ഇതിൻ്റെ ആരംഭ അക്ഷരങ്ങൾ. അങ്ങനെ അതിൻ്റെയും സൂചന ശുദ്ധവിദ്യ തന്നെയാണ് ഈ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്നുള്ളതിൻ്റെ സൂചനയായിട്ടും ദേവിയുടെ ദ്വിജപംക്തികൾ, പല്ലിൻ്റെ നിര ശുദ്ധവിദ്യയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത നാമമാണ് കർപ്പൂര വീട്ടികാമോദ സമാകർഷിത് ദിഗന്തര എന്നുള്ളത്. കർപ്പൂര വീട്ടിക കൊണ്ട് ആമോദമായ, അതുകൊണ്ട് നിറഞ്ഞ, സമാകർഷിത് ദിഗന്തര, ദിഗന്തരങ്ങളെയൊക്കെ ആകർഷിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ താമ്പൂലം ധരിക്കാറുണ്ട്. താമ്പൂലത്തിൽ സാധാരണ കർപ്പൂരം, ലവംഗം, ഏലക്ക, ഗ്രാമ്പ്, വാൽമുളക് അങ്ങനെ ഉള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ധരിക്കാറുണ്ട്. അതിനെ ചുണ്ണാമ്പ്, ഇതിനെ താമ്പൂല ധാരണം എന്നാണ് പറയുന്നത്. താമ്പൂല ചർവണം എന്നും പറയും. നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിക്കുക എന്നാണ് നമ്മൾ പറയുക. താമ്പൂലം കഴിക്കുക എന്ന് നമ്മൾ പറയാറില്ല. എന്താ വെച്ചാൽ ഇതിനെ കുറച്ച് സമയം നമ്മൾ വായിൽ ധരിക്കാറുണ്ട്. അതിൻ്റെ നല്ല മണത്തിന് വേണ്ടിയും. മിതമായ രീതിയിൽ താമ്പൂല ധാരണം ശാസ്ത്രവിഹിതമാണ്. അത് തെറ്റൊന്നുമില്ല. അതൊരു ഇന്നത്തെ പോലെ ഈ പാൻ പരാഗ് മുതലായ സാധനങ്ങൾ കഴിക്കുന്നത് പോലെയല്ല. അത് ലഹരി വസ്തുക്കളൊന്നും ഇതിലില്ല. ഒരു അലങ്കാര വസ്തുവായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ചുണ്ടിന് ചുവപ്പ് നിറമുണ്ടാവാനും ഭംഗിയുണ്ടാവാനും അതുപോലെ അതുകൊണ്ടുള്ള ഒരു മണം, നല്ല സുഗന്ധം, താമ്പൂലത്തിൻ്റെ രസവും മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർക്കുന്നത് കൊണ്ടും അതിനൊരു
പ്രത്യേക മണമുണ്ട്. അങ്ങനെ ദേവി താംബൂല ചർവണം ചെയ്യുന്നു, താംബൂലം ധരിച്ചിരിക്കുന്നു. അതിനെ കർപ്പൂര വീട്ടിക എന്നാണ് അതിന് ആ പേര്. സന്തോഷത്തോടുകൂടി അത് വായിൽ ധരിച്ചിരിക്കുന്നു. അതിൻ്റെ മണം കൊണ്ട് ദിഗന്തരങ്ങളൊക്കെ അത് വ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ആകർഷകരാകുന്നു. അതുപോലത്തെ സുഗന്ധമായ വാക്കുകളോടുകൂടിയവൾ, വെറും ഒരു മണം കൊണ്ട് മാത്രം എവിടെയെങ്കിലും ഒരു സെൻറ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ പോകാറില്ല. അവിടെ സ്നേഹത്തിൻ്റെ ആകർഷണം കൂടിയുണ്ടെന്നർത്ഥം. ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ സ്നേഹം എന്ന് എല്ലാവരും ആ താംബൂല കർപ്പൂര വീട്ടികയുടെ സുഗന്ധത്താൽ ആകൃഷ്ടരാകുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് ശ്രീ ലളിതാ അഷ്ടോത്തരത്തിൽ താംബൂല സ്ഫൂരിത സ്മേരവദനായി നമോ നമഃ, താംബൂലം ധരിച്ച് സ്മേരവദനയായിട്ട് ദേവി വിളങ്ങുന്നു. കർപ്പൂര വീട്ടികാമോദ സമാകർഷ ദിഗന്തര എന്നൊക്കെ, മഹാരാജഭോഗവതി എന്നൊക്കെ ദേവിയുടെ താംബൂല ധാരണത്തെ പറ്റിയിട്ടൊക്കെ. മഹാരാജാക്കന്മാരാണ് ഇങ്ങനത്തെ താംബൂല ധാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കർപ്പൂര വീട്ടികാധാരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു കഥ സൗന്ദര്യലഹരിയിൽ പറയും. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈഹി കവചഭി എന്നൊരു വലിയൊരു കഥയാണ്. എന്ന് വെച്ചാൽ പണ്ട് ഒരു യുദ്ധമുണ്ടായി അത്ര. താരകാസുരൻ, സിംഹഭക്തൻ, സൂരപദ്മൻ എന്ന് അസുരന്മാരുണ്ടായി. അത് ദേവന്മാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ആ അസുര നിഗ്രഹത്തിന് വേണ്ടി സാക്ഷാത് ശിവകുമാരനായ സുബ്രഹ്മണ്യസ്വാമി സേനാനായകനായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്തു. സേനാനായകനായിരുന്നു അദ്ദേഹം. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ദേവിയെ വണങ്ങി നമസ്കരിച്ചു. അങ്ങനെ പരമേശ്വരി അദ്ദേഹത്തിന് ഒരു ശൂലായുധം കൊടുത്ത് അനുഗ്രഹിച്ചു, ഒരു കുന്തം കയ്യിൽ കൊടുത്തു. അങ്ങനെ യുദ്ധത്തിന് പോയി ഈ സൂരപദ്മനെ സംഹരിച്ചു. എന്നിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു വർണ്ണനയാണ് സൗന്ദര്യലഹരി ശ്ലോകത്തിൽ പറയുന്നത്. രണേ ജിത്വാ ദൈത്യാൻ അപഹൃതശിരസ്ത്രൈഹി കവചഭിഹി നിവൃത്തൈഹി ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഹി വിശാഖേന്ദ്രോപേന്ദ്രൈഹി ശശിവിശദ കർപ്പൂരശകലാഹ വിലീയന്തെ മാത തവ വദന താംബൂലകബളാഹ എന്നാണ് ഈ കഥയെ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.